സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന മലബാറിൽ +1 പകരമുള്ള കോഴ്സുകൾക്കും സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവാണുള്ളത്. പോളിടെക്നിക്, ITI, VHSE കോഴ്സുകളിലാണ് പ്രതിസന്ധി. ഉപരിപഠന യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ കൂടുതലും മലബാറിൽ നിന്നാണെങ്കിലും തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് ഈ കോഴ്സുകളിലെ സീറ്റുകളുടെ എണ്ണം മലബാറിൽ കുറവാണ് എന്നതാണ് വസ്തുത. എന്താണ് അതിന്റെ വിശദാംശങ്ങളെന്ന് നോക്കാം ആ റിപ്പോർട്ടിലേക്ക്. +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി അനുഭവിക്കുന്ന മലപ്പുറം അടക്കമുള്ള ജില്ലകളുടെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമായി വിദ്യാഭ്യാസ മന്ത്രി ഉയർത്തിക്കാണിക്കുന്നത് VHSE, ITI, പോളിടെക്നിക് കോഴ്സുകളാണ്. എന്നാൽ ഈ കോഴ്സുകളുടെ കണക്കുകൾ പരിശോധിച്ചാലും മലബാറിലെ പല ജില്ലകളും വലിയ വിവേചനം നേരിടുന്നു എന്നതാണ് വസ്തുത. ഈ 3 കോഴ്സുകളിലായി 72,641 സീറ്റുകളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. ഇതിൽ 47,491 സീറ്റുകളും തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ്. ഇത്തവണ SSLC പരീക്ഷ എഴുതി ഉപരിപഠനത്തിന് യോഗ്യത നേടിയ സംസ്ഥാനത്തെ 4,24,772 വിദ്യാർത്ഥികളിൽ 2,31,000 വിദ്യാർത്ഥികളും മലബാറിൽ നിന്നാണ്. ഇവർക്ക് ആകെ ഉള്ളതാകട്ടെ 25,150 VHSE, ITI, പോളിടെക്നിക് കോഴ്സുകൾ മാത്രം. 79,730 വിദ്യാർത്ഥികളുള്ള മലപ്പുറത്ത് ഈ 3 കോഴ്സുകളിലായി ആകെയുള്ളത് 4,800 സീറ്റുകൾ. എന്നാൽ മലപ്പുറത്തെ കുട്ടികളുടെ പകുതി എണ്ണം പോലും ഇല്ലാത്ത തിരുവനന്തപുരത്തും കൊല്ലത്തും സീറ്റുകൾ മലപ്പുറത്തിന്റെ ഇരട്ടിയുണ്ട്. വിദ്യാർത്ഥികളുടെ എണ്ണമാനുപാതികമായി കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഉപരിപഠനത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ 20 മുതൽ 30% മുകളിൽ വരെ ഈ കോഴ്സുകൾക്ക് അവസരം ലഭിക്കും. എന്നാൽ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായ മലപ്പുറത്ത് ഇത് 6% മാത്രമാണ്. +1 ബദലായി ITI, പോളിടെക്നിക് കോഴ്സുകളെ കാണാൻ കഴിയില്ലെങ്കിലും ഈ കണക്കുകൾ നിരത്തി പ്രതിസന്ധിയില്ലെന്ന് ന്യായീകരിക്കുന്ന സർക്കാർ വാദം പൊള്ളയാണെന്ന് വ്യക്തം. VHSE, ITI, പോളിടെക്നിക് കോഴ്സുകളിൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയാലും മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരും. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.